PC ജോർജിനെതിരെ നീക്കങ്ങളുമായി മാണി വിഭാഗം. ജോർജിനെ കേരള കോൺഗ്രസ് വൈസ് ചെയർമാൻ സ്ഥാനത്ത് നിന്ന് സസ്പെൻഡ് ചെയ്തേക്കും. 17-ന് ചേരുന്ന ഉന്നതാധികാര സമിതിയിൽ പങ്കെടുക്കാതിരിക്കാനാണ് നീക്കം. ചീഫ് വിപ്പ് സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കിയതിനു ശേഷവും KM മാണിക്കെതിരെ കടന്നാക്രമണം നടത്തുന്ന PC ജോർജിനെ പാർട്ടി നേതൃയോഗങ്ങളിൽ നിന്ന് ഒഴിവാക്കാനാണ് പുതിയ നീക്കം. വൈസ് ചെയർമാൻ സ്ഥാനത്ത് നിന്ന് ജോർജിനെ ഒഴിവാക്കാനും പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാനും മാണി വിഭാഗത്തിൽ ധാരണയായി. ഭാരവാഹിത്വത്തിൽ നിന്ന് മാറ്റി നിർത്തുന്നതോടെ നേതൃയോഗങ്ങളിൽ നിന്ന് ജോർജിനെ ഒഴിവാക്കാനാകും. 19-ന് ഉന്നതാധികാര സമിതി ചേരുന്നതിന് മുമ്പ് തീരുമാനം വരും. അതേസമയം പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് ജോർജിനെ ഒഴിവാക്കില്ല. പാർട്ടിയിൽ നിന്ന് പുറത്താക്കാതെ കൂറുമാറ്റ നിരോധന നിയമത്തിൻ്റെ പരിധിയിൽ ജോർജിനെ നിലനിർത്തും. സസ്പെൻഷനിലാണെങ്കിലും കൂറുമാറ്റ നിരോധന നിയമം ബാധകമാണെന്നാണ് മാണി വിഭാഗത്തിൻ്റെ വിലയിരുത്തൽ. എറണാകുളത്ത് സെക്കുലർ പാർട്ടിയുടെ യോഗത്തിൽ പങ്കെടുത്തവർക്കെതിരെയും നടപടിയുണ്ടാകും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. KM മാണി നികൃഷ്ടനും വട്ടനുമെന്ന PC ജോർജ്. ഇറച്ചിവെട്ടുകാരൻ്റെ അടുത്ത് യേശുവിനെ കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ലെന്നും KM മാണിക്ക് PC ജോർജിന്റെ പരിഹാസം. ഇറച്ചിവെട്ടുകാരനേക്കാൾ താഴ്ന്ന വൈസ് ചെയർമാൻ സ്ഥാനത്ത് നിന്ന് നീക്കിയാൽ തനിക്ക് നഷ്ടപ്പെട്ടത് ലെറ്റർ പാഡുകൾ മാത്രമാണ് എന്നും PC ജോർജ് പറഞ്ഞു. ചർച്ചയിൽ പങ്കെടുക്കുന്നത് കേരള കോൺഗ്രസ് സെക്കുലർ ജനറൽ സെക്രട്ടറി S ഭാസ്കരപിള്ള, കേരള കോൺഗ്രസ് M നേതാവ് ശ്രീ തോമസ് ചാഴിക്കാടൻ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ A സജീവൻ, ഒപ്പം PC ജോർജ്, ജോണി നെല്ലൂർ, PP തങ്കച്ചൻ എന്നിവരും ചർച്ചയിൽ ചേരും. ഏറ്റവും ആദ്യം ശ്രീ A സജീവനിലേക്ക്. ശ്രീ സജീവൻ, എന്താണ് ഇന്നത്തെ കേരള കോൺഗ്രസ് സെക്കുലർ ഒരു ഭാഗത്ത് പുനരുജ്ജീവിപ്പിക്കപ്പെട്ടിരിക്കുന്നു? സ്ഥാനം നഷ്ടപ്പെടുന്ന ഒരു പാർട്ടി മാറിക്കഴിഞ്ഞാൽ MLA സ്ഥാനം നഷ്ടപ്പെടാവുന്ന രൂപത്തിൽ കൂറുമാറ്റ നിരോധന നിയമത്തിൻ്റെ വലയിൽ തളച്ചിടുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ് അദ്ദേഹം നടത്തുന്നത്. ശ്രീ സജീവൻ, അതായത് കൂറുമാറ്റ നിരോധന നിയമത്തിൻ്റെ കീഴിൽ PC ജോർജ് അങ്ങനെ പെട്ട് കിടക്കട്ടെ, അതിൽ നിന്ന് ചാടിപ്പോകാതെ തൽക്കാലം നിൽക്കട്ടെ, തളച്ച് കിടക്കട്ടെ എന്നുള്ള രീതിയിൽ കേരള കോൺഗ്രസ് മാണി വിഭാഗം എടുക്കുന്ന ഓരോ നീക്കവും UDF-ൽ പങ്കെടുപ്പിക്കാതിരിക്കാൻ വേണ്ടി വൈസ് ചെയർമാൻ സ്ഥാനത്ത് നിന്ന് മാറ്റി ഇനി പ്രാഥമിക അംഗത്വം പോലും കളയുന്നതിന് വേണ്ടി ആലോചിക്കുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് വരെ പോയി വീണ്ടും കേരള കോൺഗ്രസ് മാണിയിൽ തന്നെ PC ജോർജിനെ തളച്ചിടുന്നതിന് വേണ്ടി ശ്രമിക്കുന്നത് ഒരു തരത്തിൽ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന് തന്നെ വിനാശകരമായി മാറുന്നുണ്ടോ? തീർച്ചയായും നേരത്തെ താങ്കൾ പറഞ്ഞത് ഒരു കറക്ഷൻ എനിക്ക് തോന്നുന്നു. പ്രാഥമിക അംഗത്വത്തിൽ നിന്നും PC ജോർജിനെ മാറ്റില്ല. പ്രാഥമിക അംഗത്വത്തിൽ നിന്നും മാറ്റിക്കഴിഞ്ഞാൽ അദ്ദേഹം പിന്നെ ഈ കൂറുമാറ്റ നിരോധന നിയമത്തിൻ്റെ പരിധിയിൽപ്പെടില്ല. കാരണം കേരള കോൺഗ്രസ് എമ്മിൻ്റെ അംഗമല്ലാത്ത ഒരാൾ എന്ത് തീരുമാനമെടുത്താലും എങ്ങനെ ആർക്ക് വോട്ട് ചെയ്താലും ഈ കൂറുമാറ്റമായിട്ട് പറയാൻ കഴിയില്ല. അതൊരു വലിയ സാങ്കേതിക ഇവർ കുടുങ്ങിയിരിക്കുന്നൊരു പ്രശ്നം. കേരള കോൺഗ്രസ് എം കുടുങ്ങിയിരിക്കുന്ന ഒരു പ്രശ്നമെന്ന് പറയുന്നത് പുറത്ത് നിൽക്കുന്ന PC ജോർജ്, ഇപ്പോൾ നടപടിക്ക് വിധേയനായിട്ടുള്ള PC ജോർജ് എല്ലാം വളരെ ശക്തമായിട്ടുള്ള ഒരു ഭീഷണിയായിരിക്കും. അങ്ങനെയുള്ള ഭീഷണിയായി നിൽക്കുന്ന PC ജോർജിനെ പാർട്ടിക്കകത്ത് തന്നെ നിർത്തിക്കൊണ്ട് അതേസമയത്ത് നേതാവല്ലാത്തൊരവസ്ഥയിലേക്ക് ഒതുക്കിക്കൊണ്ട് പൂർണ്ണമായും കയ്യും കാലും കെട്ടിയ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുപോകണം എന്നാണ് ഈ കേരള കോൺഗ്രസ്സുകാരുടെ തീരുമാനം. അദ്ദേഹത്തെ ഇപ്പോൾ UDF-ൻ്റെ ഉന്നതാധികാര സമിതിയിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് ഞങ്ങൾ പിൻവലിച്ചു കഴിഞ്ഞു. അദ്ദേഹത്തിന് ഇനി UDF-ൻ്റെ പ്രതിനിധിയായി, കേരള കോൺഗ്രസിൻ്റെ പ്രതിനിധിയായി UDF-ൻ്റെ ലൈസൺ കമ്മിറ്റിയിൽ പങ്കെടുക്കാൻ കഴിയുകയില്ല. അത് അദ്ദേഹത്തിന് നിരോധിച്ചു കഴിഞ്ഞു. ഇനിയുള്ളത് അദ്ദേഹം കേരള കോൺഗ്രസ് പാർട്ടിയുടെ വൈസ് ചെയർമാൻ ആയിരിക്കുന്നു എന്നതാണ്. അങ്ങനെ വൈസ് ചെയർമാൻ ആയിരുന്നുകൊണ്ട് മിടുക്കനായി കേരള കോൺഗ്രസ് പാർട്ടിയുടെ അഭിപ്രായങ്ങൾ പറയുന്നത് പോലെ അദ്ദേഹത്തിന് ഇനി മുമ്പോട്ട് പോകാൻ കഴിയുമെന്ന് അദ്ദേഹം കരുതണ്ട. അതിനുള്ള നടപടികൾ സ്വീകരിക്കുവാനുള്ള തീരുമാനമുണ്ടായിട്ടുണ്ട്. ആ തീരുമാനത്തിന് ഒട്ടും താമസമുണ്ടാവില്ല. അദ്ദേഹം വൈസ് ചെയർമാൻ സ്ഥാനത്തു നിന്നും മാറ്റപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും. അതിന് യാതൊരു തർക്കവുമില്ല. മാത്രമേ ഉള്ളൂ. അതാണ് നിങ്ങൾ ചെയ്യാൻ പോകുന്ന അടുത്ത നടപടിയെങ്കിൽ അദ്ദേഹത്തിന് ഒരു ലെറ്റർ പാഡ് കൂടി അടിക്കേണ്ടി വരുമെന്ന് മാത്രമേ ഉള്ളൂ. കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം അദ്ദേഹം മുൻ വൈസ് ചെയർമാൻ കേരള കോൺഗ്രസ് എന്നുള്ള വലിയ അധികാരം ഉപയോഗിച്ചുകൊണ്ട് വീണ്ടും കേരള കോൺഗ്രസ് എമ്മിന്റെ പ്രതിനിധിയായി തന്നെ മുന്നോട്ട് പോകും. നിങ്ങൾക്ക് പരിക്കുണ്ടാക്കും. ഓക്കെ, തുടർന്ന് ഒരു ചോദ്യം കൂടി ഇപ്പോൾ ഈ ഘട്ടത്തിൽ. അദ്ദേഹത്തിന് മുൻ വൈസ് ചെയർമാൻ എന്ന് പറഞ്ഞ ആയുഷ്കാലം മുഴുവൻ നടക്കാം. രാഷ്ട്രീയമായിട്ടുള്ള കേരള കോൺഗ്രസ് പാർട്ടിയുടെ മൂല്യം നിലനിർത്തുന്നതിന് വേണ്ടിയാണ് അങ്ങനെ പറഞ്ഞത്. KM മാണി ഒരു അഴിമതി ആരോപണത്തിൽ അകപ്പെട്ടപ്പോൾ അതിൽ നിന്നും രക്ഷപ്പെടുത്തുന്നതിനുള്ള മാർഗമായിട്ടാണ് PC ജോർജ് അത് പറഞ്ഞത്. ഞങ്ങളാരും KM മാണി കോഴ വാങ്ങി എന്ന് പറഞ്ഞില്ല. പക്ഷെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം ജനങ്ങൾ അത് വിശ്വസിക്കുന്നു. ആ വിശ്വാസം മാറ്റിയെടുത്തുകൊണ്ട് ജനങ്ങളുടെ വിശ്വാസം ആർജിച്ചെടുക്കാൻ കഴിയത്തക്ക നടപടിയുമായി മുന്നോട്ട് പോകണമെന്ന് മാത്രമേ PC ജോർജ് പറഞ്ഞുള്ളൂ. ഒരു രാഷ്ട്രീയക്കാരൻ എന്നുള്ള രീതിയിൽ
തന്റെ രാഷ്ട്രീയ പാർട്ടിയിൽ അത് പറയുന്നത് തെറ്റാണോ? ശ്രീ ഭാസ്കരപിള്ള, എന്താണ് നിങ്ങളുടെ തന്ത്രം? അതായത് നിങ്ങൾ 4-5 പേർ അല്ലെങ്കിൽ കുറച്ചു പേർ പല സമിതികളുടെ ഈ കേരള കോൺഗ്രസ് സെക്യുലറിന്റെ ഭാരവാഹികളായിരിക്കുന്നവർ മാത്രം ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നു. എന്നാൽ MLA-മാരായിരിക്കുന്ന ആളുകളോ പഞ്ചായത്ത് അംഗങ്ങളായിരിക്കുന്ന ആളുകളോ ഒക്കെ അതൃപ്തരായിട്ടുള്ളവർ കേരള കോൺഗ്രസ് എമ്മിൽ ഉണ്ടെങ്കിൽ അവർക്ക് കാലാവധി പൂർത്തിയാക്കുന്ന സമയത്ത് അടുത്ത തെരഞ്ഞെടുപ്പിലേക്കൊക്കെ വരുന്ന ഘട്ടത്തിൽ വീണ്ടും അതൃപ്തരുടെ എണ്ണം കൂടും. അവരെ കൂടെ കൂട്ടിക്കൊണ്ട് കേരള കോൺഗ്രസ് എമ്മിനകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കി വലിയൊരു ഒലിച്ചുപോക്ക് കേരള കോൺഗ്രസ് എമ്മിൽ ഉണ്ടാക്കാം എന്ന പ്രതീക്ഷയാണോ നിങ്ങൾക്കുള്ളത്? പുതിയൊരു ഒലിച്ചുപോക്ക് ഏതായാലും കേരള കോൺഗ്രസിൽ എമ്മിൽ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ലാല് വളരെ വ്യക്തമായിട്ട് എഴുതി വെച്ചോ, മാസങ്ങൾക്കുള്ളിൽ കേരള കോൺഗ്രസിൽ നിന്നും വലിയൊരു കൊഴിഞ്ഞുപോക്കുണ്ടാകാൻ പോവുകയാണ്. രാഷ്ട്രീയമായിട്ട് ഏറ്റവും വലിയ ഒരു തിരിച്ചടി അവർക്ക് ലഭിക്കാനായിട്ട് പോവുകയാണ്. ഇന്നത്തെ തർക്കമൊന്നുമില്ല. പിന്നെ ഇപ്പൊ നമ്മുടെ പഞ്ചായത്ത് മെമ്പർമാര് സാങ്കേതികമായ ചില കാരണങ്ങളാൽ ഇപ്പോ ഓപ്പണായിട്ട് രംഗത്ത് വരുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. അവരെല്ലാം ഇതിനോടൊപ്പം ഉണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് പ്രവർത്തിക്കാനായിട്ട് പോകുന്നത്. ശ്രീ ഭാസ്കരപിള്ള, PC ജോർജും അതുപോലെ ഒരു സാങ്കേതികത്വത്തിന്റെ പേരിലാണല്ലോ അങ്ങനെയാണെങ്കിൽ ഇപ്പോഴും തുടരുന്നത്. ആ ഒരു സാങ്കേതികത്വം പറയുന്നത് മാന്യതയല്ല എന്ന് ശ്രീ തോമസ് ചാഴിക്കാടൻ പറയുമ്പോൾ അത് ശരിയാണെന്ന് ചിലരൊക്കെ പറയില്ലേ? തോമസ് ചാഴിക്കാടനോട് ഞാൻ ബഹുമാനത്തോടു കൂടി ഒരു കാര്യം ചോദിച്ചോളട്ടെ. ഇത്രയും പാർട്ടി ചെയർമാനെതിരെയും പാർട്ടിക്കെതിരെയും ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുകയും പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തി എന്നിപ്പോ തോമസ് ചാഴിക്കാടൻ സൂചിപ്പിച്ചല്ലോ. അങ്ങനെയാണെങ്കിൽ അങ്ങനെ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിക്കാരനെതിരെ എന്തുകൊണ്ട് പാർട്ടിക്ക് നടപടിയെടുക്കാൻ കഴിയുന്നില്ല?